ഹരേ കൃഷ്ണ. കൃഷ്ണഗീതി ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു വഴിപാടാണ് തുലാഭാരം. വ്യത്യസ്ത ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് തുലാഭാരം നടത്താം. ദുരിതശാന്തിക്കായും ആഗ്രഹപൂർത്തീകരണത്തിനും നടത്തിവരുന്ന ഒരു വഴിപാടാണ് തുലാഭാരം. ആദ്യമായി തുലാഭാരം വഴിപാട് നടത്തിയത് ഭഗവാൻ ശ്രീകൃഷ്ണനു വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു. പുരാണപ്രകാരം പത്നി രുക്മിണീ ദേവി ഭഗവാനോടുള്ള ഉദാത്തമായ ഭക്തി തെളിയിക്കാൻ സമർപ്പിച്ച ഒരു വഴിപാടാണിത്. തുലാഭാരത്തിന് സമർപ്പിച്ച ദ്രവ്യങ്ങൾക്കൊന്നും ഭഗവാന്റെ തട്ട് ഉയർത്താനായില്ല. അവസാനം ദേവി സമർപ്പിച്ച ഒരു തുളസീദളത്താലാണ് ഭഗവാന്റെ തട്ട് ഉയർന്നത്. ഇതിലൂടെ തുലാഭാരം ദ്രവ്യത്തെക്കാൾ പ്രധാനം ഭക്തിയോടുകൂടിയുള്ള സമർപ്പണത്തിനാണെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു. ഇനി എന്തിനാണ് തുലാഭാരം വഴിപാട് നടത്തുന്നത്? നമ്മുടെ തൂക്കത്തിനനുസരിച്ച് ഓരോ ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് തുലാഭാരം. തുലാഭാരം പലതര ദ്രവ്യങ്ങൾ വെച്ച് നടത്താറുണ്ട്. ഓരോന്നിനും ഓരോ ഫലമാണ്. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നടത്തുന്ന വിവിധ തരം തുലാഭാരത്തെക്കുറിച്ചും ഓരോന്ന് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായി പറയുന്നത് ചേന കൊണ്ടുള്ള തുലാഭാരത്തെക്കുറിച്ചാണ്. ഇത് ഗുരുവായൂരിൽ നടത്തിവരുന്ന അതിപ്രശസ്തമായൊരു വഴിപാടാണ്. ചേന കൊണ്ടുള്ള വഴിപാട് നടത്തുന്നത് ചർമ്മരോഗത്തിന് ഫലപ്രദമാണ്. ഗുരുവായൂരിൽ സ്ഥിരമായി ചെയ്തു വരുന്ന ഒരു വഴിപാട് കൂടിയാണിത്, ചേന കൊണ്ടുള്ള തുലാഭാരം. ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് രോഗശാന്തി ലഭിച്ചിട്ടുണ്ട്. അടുത്തത് കുരുമുളക് കൊണ്ടുള്ള തുലാഭാരമാണ്. വസൂരി രോഗത്തിനായി നടത്തിവരുന്ന ഒരു പ്രധാന വഴിപാടാണ് കുരുമുളക് കൊണ്ടുള്ള തുലാഭാരം. അടുത്തത് പഞ്ചസാര കൊണ്ടുള്ള തുലാഭാരമാണ്. പ്രമേഹ രോഗത്തിന് അതിപ്രധാനമായ ഒരു വഴിപാടാണ് പഞ്ചസാര കൊണ്ടുള്ള തുലാഭാരം. അടുത്തത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കദളിപ്പഴം കൊണ്ടുള്ള തുലാഭാരം. അനേക ഫലപ്രാപ്തി കദളിപ്പഴം കൊണ്ടുള്ള തുലാഭാരത്തിനുണ്ടെങ്കിൽ പോലും സർവ്വരോഗമുക്തിക്കാണ് കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്താറുള്ളത്. ഇനി കയർ കൊണ്ടുള്ള തുലാഭാരം. അധികം ആരും നടത്തി കണ്ടിട്ടില്ലാത്ത ഒരു തുലാഭാരമാണിത്. അതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ആസ്മരോഗം നിൽക്കുന്നതിനായി നടത്തുന്ന ഒരു വഴിപാടാണിത്, കയർ കൊണ്ടുള്ള തുലാഭാരം. വളരെ ഫലപ്രാപ്തിയുള്ള ഒരു വഴിപാട് കൂടിയാണിത്. പിന്നെ ഈ വഴിപാടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രായമായ ആൾക്കാരാണ് ഈ വഴിപാട് കൂടുതൽ നടത്താറുള്ളത്. അടുത്തത് ശർക്കര കൊണ്ടുള്ള തുലാഭാരമാണ്. ശരീരത്തിലെ നീർക്കെട്ട് മാറാനും വാതസംബന്ധമായ അസുഖങ്ങൾക്കുമാണ് ഈ തുലാഭാരം നടത്തുന്നത്. അടുത്തത് ഇളനീർ കൊണ്ടുള്ള തുലാഭാരമാണ്. മൂത്രസംബന്ധമായ അസുഖങ്ങളുള്ളവർ ചെയ്യേണ്ട ഒരു പ്രധാന തുലാഭാരം കൂടിയാണിത്. ഇനി നാണയം കൊണ്ടുള്ള തുലാഭാരം. സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയാണ് നാണയം കൊണ്ടുള്ള തുലാഭാരം നടത്തുന്നതെങ്കിലും ഹൃദ്രോഗ ശമനത്തിനും ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വേണ്ടി നടത്താറുണ്ട്. അത്യുത്തമമായ ഒരു തുലാഭാരം കൂടിയാണിത്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും അമിതമായ വിശപ്പില്ലാതെയാകുവാനും നടത്തുന്ന ഒരു വഴിപാടാണ് ഉപ്പ് കൊണ്ടുള്ള തുലാഭാരം. ചോറ്റാനിക്കര അമ്പലത്തിൽ ശർക്കര കൊണ്ട് തുലാഭാരം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ഏറ്റുമാനൂരപ്പന് മഹാദേവന് എള്ളുകൊണ്ട് തുലാഭാരം നടത്തിയാൽ എള്ളോളം ആയുസ്സുണ്ടെങ്കിൽ ഭഗവാൻ തിരിച്ചു തരും എന്നാണ് പറയുന്നത്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും
എള്ളുകൊണ്ടുള്ള തുലാഭാരം അതിപ്രധാനമാണ്. നമ്മളുടെ അത്രയും തൂക്കത്തിൽ നമ്മൾ വയ്ക്കുന്ന ദ്രവ്യങ്ങൾ ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്നു. തുലാഭാരം എന്ന ആ വഴിപാടിൽ നമ്മളും ഒരു പങ്കാളിയാണ്. ഏത് ദ്രവ്യമാണേലും തുലാഭാരം നടത്തുക എന്നാൽ ഒരു നന്മ, ഐശ്വര്യം, മഹാഭാഗ്യം ഇതൊക്കെയാണ്. തുലാഭാരം എന്തിന് എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മൾ നമ്മളെ തന്നെ കാണിക്കയായി സമർപ്പിക്കുന്നു. ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ദ്രവ്യത്തെ ഭഗവാന്റെ മുന്നിൽ കാണിക്കയായി സമർപ്പിക്കുന്നു. ഇത്രയും മഹത്തരമായ ഒരു ചടങ്ങാണ് തുലാഭാരം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.